ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആദ്യം മിന്നീസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മളെ കുടുംബശ്രീ റേഡിയസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിന്ന് പച്ചക്കറിൻ്റെ തൈകൾ വിതരണം ഉണ്ടായിനെ. അപ്പോൾ എനിക്ക് കിട്ടിയ തൈകൾ ഇതൊക്കെയാണ് കേട്ടോ. പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതനങ്ങ, പയർ, ഇതൊക്കെ ഇട്ടെന്ന് കിട്ടിയത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മളെ കൃഷിഭവനിൽ ഇതേപോലെ തൈ വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടിയത് കേട്ടോ. അപ്പോൾ അന്ന് കുറച്ച് കോവക്കൻ്റെ തൈയും കിട്ടിയിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ. അപ്പോൾ ഇതുപോലെ ഞാൻ ടെറസിൻ്റെ മുകളിലായിട്ട് ഉണ്ടാക്കിയത്. ഇതാ കുറച്ച് മുന്നേ കിട്ടിയതാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തക്കാളി ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു. തക്കാളിൻ്റെ പൂവ് ഇങ്ങനെ ഇടും, പക്ഷേ അത് എന്തോ ഒരു പ്രാണി കടിച്ചിട്ട് ഉണ്ടാവലേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, അതിങ്ങനെ പൂവിട്ടുണ്ടാവാതെ പോയിട്ട്. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ ഏതായാലും കുറച്ച് തക്കാളി നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ചുണ്ടായിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇങ്ങനെ ഉണ്ടായി കാണാൻ തന്നെ ഭയങ്കര രസമാട്ടോ. എനിക്കിഷ്ടമാണ് ഇതിങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ. അതുപോലെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. വഴുതനങ്ങ നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് പറിച്ചു കേട്ടോ. കറി വെക്കാനൊക്കെ ഉപ്പേരി വെക്കാനൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിന് നല്ലോണം പരിപാലിച്ച് കൊണ്ട് നടത്താൻ ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ അതിന് വേണ്ട വളങ്ങളും അതുപോലെ നല്ല വെയിലൊക്കെ ഉള്ളിടത്ത് വെച്ചാൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ വെണ്ട ഉണ്ടായിരുന്നു, ഞാൻ പറിച്ചു കേട്ടോ. ഇതിമെന്ന് ഉണ്ടല്ലതാ വെണ്ടയും കോവക്കയൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട്. പിന്നെ കോവക്ക ഉണ്ടാവും വേഗം മോള് പറിക്കൂട്ടോ. മിന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഉണ്ടായി വരും വേഗം പറിക്കൂട്ടോ. പിന്നെ ഇതാ പച്ചമുളക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. നല്ല നീളമുള്ള മുളക്. പക്ഷെ ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇപ്പോൾ ഇലയൊക്കെ ഒരു എന്താ പറയുക എന്തോന്നായിട്ടുണ്ട്. ഇതുപോലെ ചുരുണ്ടു പോയിട്ടോ ഇലയും അതുപോലെ മുളകും ഒക്കെ. ഇന്ന് കുറേ ഞാൻ മുളക് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു മുളക് ഉണ്ടായത്. ഇപ്പോൾ ഇതെന്താണെന്നറിയാം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടി വരും, ഈ പ്രാണികളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കോവക്ക ഉണ്ടല്ലേ, കോവക്ക വെയിൽ കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട് ചെറുതായിട്ട് ഉണങ്ങുന്നുണ്ട്. നല്ല വെയിലാണ് ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെയുണ്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലെ പച്ചക്കറി തോട്ടം, ചെറിയൊരു പച്ചക്കറി തോട്ടം കേട്ടോ. അപ്പം ഇനി ഇപ്പോൾ കിട്ടിയ തൈകളും ഇതുപോലെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നതിന് ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗ് വാങ്ങിയിട്ടോ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ തന്നെ കേട്ടോ വെക്കുക. കാരണം താഴെ ഭാഗം തീരെ വെയിലില്ല, അതുകൊണ്ട് നമുക്ക് ഉണ്ടായി കിട്ടില്ല. അതുകൊണ്ട് ഇവിടേക്ക് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തക്കാളിയൊക്കെ ഉണ്ടായി കാണാൻ ഭയങ്കര രസമാണല്ലോ അല്ലേ. നമ്മൾ ഉണ്ടാക്കി നമ്മൾ പറിച്ചിട്ട് എന്താ പറയുക നമ്മൾ എടുക്കുമ്പോൾ ഒരു രസമാണല്ലോ. അത് അത്രയുള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മളെ ടെറസിൻ്റെ മുകളിലൊക്കെ വെറുതെ കിടക്കുകയാണെങ്കിൽ സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഉണ്ടാക്കിയാൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.